ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT. വിവരങ്ങളുമായി VS അനുവാണ് ചേരുന്നത്. അനു, UDF നേതാക്കൾ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ SITയുടെ മുന്നിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും UDF കൺവീനർ എന്താണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള കാരണം? എന്താണ് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ പറയുന്ന വിവരങ്ങൾ? ഇത് പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഡൽഹി യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് സോണിയാഗാന്ധിയെ കണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഏത് തരം ബന്ധമാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാൻ കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അടൂർ പ്രകാശിന് അതിന്റെ നോട്ടീസ് നൽകും എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വിസനു, എന്തായാലും സോണിയാഗാന്ധിയെ അടക്കം ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ട കാര്യം അതൊക്കെ നമുക്കറിയാം. അത്തരം ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ അടൂർ പ്രകാശിന്റെ പങ്ക് എത്രമാത്രം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ ചോദ്യം ചെയ്യാനുള്ള തീരുമാനമായിരിക്കുന്നത്? അതായത് സോണിയാഗാന്ധിയെ കണ്ടതിൽ ഉൾപ്പെടെ ഈ അടൂർ പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത്, ഇയാളുടെ ഇടപാടുകൾ സംബന്ധിച്ച് അറിയാമായിരുന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാൻ SIT തയ്യാറായിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ നിരവധി തവണ പോയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ അടൂർ പ്രകാശിന് ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ മൊഴി കൂടി എടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. വിസനു, നിരന്തരം പ്രതിപക്ഷ നേതാക്കളടക്കം പറയുന്നതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്കുണ്ട് എന്നുള്ളത്. ഭരണപക്ഷത്തെ മന്ത്രിമാരടക്കം ഇക്കാര്യത്തിൽ അവർക്ക് അടക്കം പങ്കുണ്ട്, അതിലേക്ക് അന്വേഷണം വരണം എന്നുള്ളത്. ഇപ്പോൾ UDF കൺവീനർ തന്നെ അന്വേഷണ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഏത് രീതിയിലാകും പ്രതിപക്ഷം പ്രതിരോധിക്കുക? ഇത്രയും നാൾ ഈ CPIM-നെ അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ വലിയ തരത്തിൽ ആക്രമിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേരും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും UDF ഉപയോഗിച്ചിരുന്നു എങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സോണിയാഗാന്ധിയുമായുള്ള അല്ലെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് CPIM നേതാക്കൾ വലിയ തരത്തിൽ അതിനൊരു പ്രത്യാക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർക്ക് പറയാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ബാധിക്കാവുന്ന ഒരു കാര്യമായി വന്നിരിക്കുന്നു. അതായത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ നേതാക്കളെ കൂടെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യാക്രമണ ആയുധം അത് ഇടതുമുന്നണിക്കും CPIM-നും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ അടൂർ പ്രകാശിന് മൊഴിയെടുക്കുമെന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. വിസനു, മറ്റൊരു കാര്യം, അടൂർ പ്രകാശ് തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യം, അല്ലെങ്കിൽ കാട്ടുകളനുമായിട്ടുള്ള ഈ ഭരണപക്ഷ നേതാക്കളുടെ ബന്ധം എന്താണ്, അല്ലെങ്കിൽ കാട്ടുകളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുപ്പിക്കില്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അടൂർ പ്രകാശ് തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിലാകും അടൂർ പ്രകാശ് പ്രതിരോധിക്കുക? പ്രകാശിനെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും സംബന്ധിച്ച് ഇതൊരു പ്രതിരോധത്തിലേക്ക് എത്തുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് ഈ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കൽ. പക്ഷേ സ്വാഭാവികമായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് അവർ പല ഘട്ടങ്ങളിൽ ആവർത്തിക്കുന്നതാണ്. ഈ ഇപ്പോൾ സോണിയാഗാന്ധിയുമായുള്ള ചിത്രം വന്ന സമയത്ത് VD സതീശൻ, അതുകൂടാതെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരോട് ഇങ്ങനെയും പടങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ, ആരെങ്കിലും ഒരാൾ വന്ന് പടമെടുക്കുന്നതിന്റെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു പ്രതിരോധമാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ അടൂർ പ്രകാശ് ചോദ്യമുനയിലേക്ക് അല്ലെങ്കിൽ മൊഴിയെടുക്കലിലേക്ക് എത്തുമ്പോൾ അത് മാത്രം പറഞ്ഞ് കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതായിരുന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF-നെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൂടെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമാണ് അല്ലെങ്കിൽ തീരുമാനമാണിത്. UDF കൺവീനർ കൂടി ചോദ്യമുനയിൽ വരുമ്പോൾ ഇവിടെ അടൂർ പ്രകാശിനും കൂടി ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത അത് കോൺഗ്രസിനും UDF-ലേക്കും എത്തുകയും ചെയ്യും. അനു, മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഭരണപക്ഷത്തിന് പ്രത്യേകിച്ചും CPIM-ന് ഒരു ആയുധമായിരിക്കുകയാണ് അടൂർ പ്രകാശിനെയും കൂടി ചോദ്യപരിധിയിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നുള്ളതാണ്. അടൂർ പ്രകാശ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കൺവീനറാണ്, ഉന്നതനായ നേതാവാണ്. അപ്പോൾ ഇത് ഭരണപക്ഷത്തിന് തിരിച്ചടിക്കാനുള്ള വലിയൊരു ആയുധമാകില്ലേ?
തീർച്ചയായും ഒരു പരിധി വരെയെങ്കിലും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതായത് UDFന്റെ വലിയ ആക്രമണത്തിന് ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധിക്കാൻ CPIM-നും സർക്കാരിനും ഒരു ആശ്വാസമാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിൽ അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു ആയുധമായി CPM-ലേക്ക് ഈ വിഷയങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ പ്രതിരോധത്തിലേക്ക്, അല്ലെങ്കിൽ അവർ ആദ്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് വരുന്നു. അത് അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കലായിരിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതി അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. മെല്ലെപ്പോക്ക് എന്നതടക്കമുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ദ്രുതഗതിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംശയനീടലുള്ള എല്ലാവരെയും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു, മൊഴിയെടുക്കുന്നു. പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഈ സമയത്ത് ഉണ്ടാകുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? സോറി, നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ മാത്രമാണ്, അതായത് KP ശങ്കർദാസിന്റെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നൊരു വിഷയത്തിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായം ഭിന്നത അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ ഉയർത്തിയത്. ബാക്കി അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് ഹൈക്കോടതി കൃത്യമായി വിലയിരുത്തി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണമാണ്. ഇപ്പോൾ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തിരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ അടൂർ പ്രകാശിലേക്ക് കൂടി എത്തുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉയർന്ന എല്ലാ ആരോപണങ്ങളുടെ എല്ലാ വശങ്ങളും അവർ പരിശോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശ് ചോദ്യമുന്നയിലേക്ക് വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനമാണ് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ നിൽക്കുന്നത്. അതായത് ഇത്രയും നാൾ CPM-നെ സർക്കാരിനെ മാത്രം കുന്തമുനയിൽ ചോദ്യമുനയിൽ നിർത്തിയിരുന്നു എങ്കിൽ ഈ രാഷ്ട്രീയ ആക്രമണത്തിന്റെ ഇനിയുള്ള ആക്രമണങ്ങൾ അത് കോൺഗ്രസിലേക്ക് കൂടി നീളുന്നു. അത് ഒരുപക്ഷെ BJPക്ക് കോൺഗ്രസിനെയും CPM-നെയും ഒരുപോലെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. CPM-നായിക്കോട്ടെ ഇത്രയും നാൾ തങ്ങളുടെ നേതാക്കളെ ആയിരുന്നു ഈ തരത്തിലുള്ള ആക്രമണമെങ്കിൽ തിരിച്ച് നിങ്ങളുടെ നേതാവിനെയും പ്രധാനപ്പെട്ട നേതാവിനെയും ചോദ്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം കൂടി അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ മാനം.